2025 PSC ബുള്ളറ്റിൻ ജൂൺ മാസത്തിലെ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. UPSCയുടെ പുതിയ ചെയർമാനായി സ്ഥാനമേറ്റത് അജയ് കുമാറാണ് UPSCയുടെ ചെയർമാൻ. OM ശാലീന കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആരാണ്? OM ശാലീന. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് അവർ. 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായണൻ ആരാണ്? 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് സൂര്യനാരായണൻ. കാസർഗോഡ് സ്വദേശിയാണ്. ലോറൻസ് വോങ് ആണ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ലോറൻസ് വോങ് ആണ് സിംഗപ്പൂർ പ്രധാനമന്ത്രി. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് 130 സ്ഥാനമാണുള്ളത്. 1ാം സ്ഥാനം ഐസ്ലാൻഡ്. 2025 മാനവ വികസന സൂചിക ഇന്ത്യക്ക് 130 സ്ഥാനം, 1ാം സ്ഥാനം ഐസ്ലാൻഡ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാണ് ഇല്ലിനോയ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മുംബൈയിലാണ് ഇത് ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ US സർവകലാശാലയാണ് ഇല്ലിനോയ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് 151ാം സ്ഥാനമാണുള്ളത്. 1ാം സ്ഥാനം ഫിൻലാൻഡ്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 151ാം സ്ഥാനം, 1ാം സ്ഥാനം ഫിൻലാൻഡ്. മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് 130ാം സ്ഥാനമാണുള്ളത്. 1ാം സ്ഥാനം ഐസ്ലാൻഡ്. ഒന്നുകൂടി നോക്കാം. UPSCയുടെ ചെയർമാൻ ആരാണ്? അജയ് കുമാർ. കേരള ഹൈക്കോടതിയുടെ സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത് OM ശാലീന. സൂര്യനാരായണൻ ആരാണ്? 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് സൂര്യനാരായണൻ. സിംഗപ്പൂരിൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ലോറൻസ് വോങ്ങിനെയാണ്. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് 130ാം സ്ഥാനം, 1ാം സ്ഥാനം ഐസ്ലാൻഡ്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് 151ാം സ്ഥാനം, 1ാം സ്ഥാനം ഫിൻലാൻഡ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ US സർവകലാശാലയാണ് ഇല്ലിനോയ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മുംബൈയിലാകും ഇത് പ്രവർത്തിക്കുക. റൊമാനിയൻ പ്രസിഡന്റായി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? നിക്കുസോർ ഡാൻ. റൊമാനിയൻ പ്രസിഡന്റാണ് നിക്കുസോർ ഡാൻ. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബലൂചിസ്ഥാൻ. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് ബലൂചിസ്ഥാനാണ്. റൊമാനിയൻ പ്രസിഡന്റ് ആരാണ്? നിക്കുസോർ ഡാൻ റൊമാനിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അരുണാബ ഘോഷ് UN കാലാവസ്ഥാ സമ്മേളനത്തിന്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി നിയമിതനായി. അരുണാബ ഘോഷ് ആരാണ്? UN കാലാവസ്ഥാ സമ്മേളനത്തിൽ